ചേട്ടത്തി ഇരുന്നിരുന്നോ? ഇതാ ഇവിടെ നോക്കി, ഇവിടെ ചേട്ടത്തി ഒന്ന് അടുത്തോട്ട് നോക്കിയേ. ഇനി വലത്തോട്ട്. നേരെ നോക്കിക്കേ. കണ്ണടക്കല്ലേ, 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 കണ്ണടക്കല്ലേ. മോനെ മേക്കപ്പ് കുറച്ച് കുറയ്ക്കണോ? അല്ല, ഇനി മേക്കപ്പ് ഇല്ലാതെ വരുമ്പോ സ്കാനർ അകത്തേക്ക് കയറ്റി വിടാതിരിക്കരുത്. ഞങ്ങൾ എല്ലാരും എടുക്കണ്ടേ? എന്തൊക്കെ പരിപാടിയാ ഇത്. ശരി കേട്ടോ. അവനെന്താ എൽബിൻ? അവനോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞാണല്ലോ. അവൻ ആരാണ്ടെ കാണാനുണ്ടെന്നും പറഞ്ഞ് കാറും എടുത്തോണ്ട് പോയേക്കുവാ. ഓക്കെ മോനെ, എനിക്കിതായാലും ഒരു ഫോട്ടോ തരണേ, അങ്ങാരുടെ കൂടെ ഫ്രെയിം ചെയ്ത് വെക്കാൻ. അല്ല ചേട്ടത്തി, ഇതങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കാൻ പറ്റിയ ഫോട്ടോ അല്ല. ഇനി ഏതായാലും ചേട്ടത്തിക്കേ കാലത്ത് ഗേറ്റിന് മുന്നിൽ കാത്തു നിൽക്കേണ്ടി വരികയല്ല. സാർ, ഞങ്ങളുടെ കിച്ചൺ മേറ്റിന്റെ ഫംഗ്ഷൻ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി. പിന്നെ ആയിക്കോട്ടെ, കിച്ചണിലേക്ക് പോവാം. കിച്ചണിലേക്ക് വന്നോളൂ. Hi sir, what can I do for you? സാർ, ഇത് ഞങ്ങളുടെ വണ്ടർ റോബോ R&D ടീമിന്റെ വർഷങ്ങളുടെ പരീക്ഷണങ്ങൾക്കൊടുവിൽ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ റോബോട്ടാണ് കിച്ചൺ മേറ്റ്. അടുക്കളയിൽ ഒരു കൈസഹായം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വരുന്ന ലക്ഷോപലക്ഷം വീട്ടമ്മമാർക്ക് ഒരു കൈസഹായം എത്തിക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ ലക്ഷ്യം. അടുക്കളയിലെ എല്ലാ ജോലിയും ഇത് വളരെ ഭംഗിയായി നിർവഹിക്കും. കിച്ചൺ മേറ്റ്, please make a coffee. Sure sir. Espresso or cappuccino? മലയാളം പറഞ്ഞാൽ മനസ്സിലാവുമോ മോനെ? മനസ്സിലാവും. മലയാളത്തിൽ പറയൂ. കിച്ചൺ മേറ്റ്, ഒരു കപ്പ് കടുങ്കാപ്പി എടുക്കൂ. Sure sir. Up in a minute. നോക്കൂ. Your coffee is ready. എന്റെ പണികളൊക്കെ എന്നാ തോന്നുന്നു. ചിലപ്പോ സാധ്യതയുണ്ട്. കൊള്ളാല്ലേ മോനെ? ഇതിന് മീൻകറി ഉണ്ടാക്കാൻ അറിയാവോ? ഈ കുടംപുളിയൊക്കെ ഇട്ട് വെച്ച് കേരള സ്റ്റൈലില്. അയ്യോ ചേട്ടത്തി, കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. ഇപ്പൊ കാപ്പി ഉണ്ടാക്കും, ചായ ഉണ്ടാക്കും, പിന്നെ ഈ ഫ്ലോർ ഒക്കെ ക്ലീൻ ചെയ്യും. ഇതൊരു ഇനീഷ്യൽ സ്റ്റേജ് ആണല്ലോ സാർ. ഞങ്ങൾക്ക് കോഴിക്കോട് ഭാഗത്തുനിന്നൊക്കെ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് ഈ ബിരിയാണി ഉണ്ടാക്കുന്ന റോബോട്ടിന് വേണ്ടിയിട്ട്. ഞങ്ങളത് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട് വളർന്നൊരു വളർച്ചയെ ചുരുക്കം പറഞ്ഞാൽ ഇവരൊന്നും ഇല്ലെങ്കിലും നമുക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമല്ലേ? അതെ, പറ്റുകയാണ്. പെട്ടെന്നൊരു ഉപകാരം കൂടെ ചെയ്യണം സാർ. ഈ തേങ്ങ ഇടാനും ചക്ക ഇടാനുള്ള സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ഇതിനകത്തൊന്ന് ആഡ് ചെയ്യണം. ഭയങ്കര ഡിമാൻഡ് ആന്നേ. തേങ്ങ ഇടാൻ ഒരിടത്തും കിട്ടുന്നില്ല. തേങ്ങ മുഴുവൻ പൊഴിഞ്ഞു വേണ്ടി കരക്കാർ എടുത്തോണ്ട് പോവാ. അതുപോലെ തന്നെ ഇതിന് വല്ല പെണ്ണേം ഇടാൻ പറ്റുമോ? മാമാദേശം കിടങ്ങ് പേര് സാറിന് ഇഷ്ടമുള്ള ഇടാം. അതൊന്ന് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടെ പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഒരു പേരിടുന്നതായിരിക്കും സേഫ്. അല്ലെങ്കിൽ പണി കിട്ടും. അതെ, കിട്ടിയിട്ട്. അത് ശരിയാ, സൂക്ഷിക്കണം. അവനാ NSS പ്രോഗ്രാമിനെ വീട് പണിയാൻ പോയതിന്റെയാ. അവൻ അവിടുത്തെ പെമ്പിളാരെ കാണിക്കാൻ വേണ്ടി സിമെന്റ് ചാക്ക് എടുത്ത് പൊക്കി കാണും. സാർ എത്ര ചാക്ക് പൊക്കി? 5. കടയിൽ ഒരു പഴക്കൊല എടുത്ത് വെക്കാൻ പറഞ്ഞാൽ ചെയ്യാത്ത ചെറുക്കനാ. അത് പോട്ടാ, ഈ പ്രാവശ്യത്തെ പാട്ടുകൂട്ടം നമ്മുടെ ഇവിടെയാ. അത് നമുക്ക് ഗംഭീരമാക്കണ്ടേ? അതിനെന്നാ മച്ചി, നമുക്ക് ചെയ്യാം. പാട്ടില്ലാതെ എന്താഘോഷം. എടി വെച്ചാൽ നമ്മൾ തന്നെ ഉണ്ടാക്കും. എന്നാ ഉണ്ടാക്കും? കപ്പ ബിരിയാണി ആക്കിയാലോ? അത് കുഴപ്പമില്ല, അത് എല്ലാവർക്കും ഇഷ്ടം. ഞാൻ ഈ ശാചിയും കൂടെ ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. കപ്പവാട്ട് മഴയ്ക്ക് മുന്നേ വേണം.